വിദ്യാർത്ഥികൾക്കും വിദ്യാലയത്തിനും സുരക്ഷ ഉറപ്പാക്കുവാൻ റൂറൽ ജില്ലാ പോലീസ് നടപ്പിലാക്കുന്ന ഉറപ്പ് അറ്റ് സ്കൂൾ എന്ന പദ്ധതിയുടെ പെരുമ്പാവൂർ സബ് ഡിവിഷൻ യോഗം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന ഉദ്ഘാടനം ചെയ്തു. അതെല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി നമുക്ക് പ്രത്യേകിച്ചും പോലീസിന്റെ കൗൺസിലേഴ്സ് ഉണ്ടോ, സൈക്കോളജിസ്റ്റ് ഉണ്ടോ, പിന്നെ പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞു എല്ലാ സ്റ്റേഷൻ പഠിപ്പിക്കും. പക്ഷെ വളരെ ലിമിറ്റഡ് ആണ്. നമ്മൾ ഏറ്റവും മിക്ക റിട്ടയർഡ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ 8 or 10 only in this certificate. In any school which wants, they can send a request and the service will be provided on a first come first served basis only, free of cost. But they can provide some consultancy, advices, services if required. അപ്പോസ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപക പ്രതിനിധികൾ, പ്രധാന അധ്യാപകർ, PTA ഭാരവാഹികൾ, മാനേജർമാർ എന്നിവർ പങ്കെടുത്തു. കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ സാധാരണ അതായത് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ഡ്രഗ്, മറ്റ് അഡിക്ഷൻ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളെയും എങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാന്നുള്ളതിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു അവയർനെസ് ക്ലാസ് സംഘടിപ്പിച്ചത്. പ്രധാനമായിട്ടും ഇത് ലക്ഷ്യം വെച്ചത് അവയർനെസ് എന്നതിനേക്കാൾ ഉപരി എന്തൊക്കെ സൊല്യൂഷൻസ് ഇതിനു വേണ്ടി എടുക്കാൻ പറ്റും, സ്കൂളുകളിൽ, അത് അനുബന്ധ സ്ഥാപനങ്ങളിലൊക്കെ നമുക്കിത് എങ്ങനെ നിർവഹിക്കാം എന്നതിനെ കുറിച്ചായിരുന്നു പ്രധാനമായിട്ട് ഇവിടെ ചർച്ച ചെയ്തത്. ഇതൊരുപാട് ഉപകാരം സ്കൂൾ മാനേജ്മെന്റിനും പ്രിൻസിപ്പൽമാർക്കും അനുബന്ധപ്പെട്ട അധികാരികൾക്കും ലഭിച്ചു. പ്രവർത്തനത്തിന്റെ ആദ്യപടിയായി അധ്യാപകരെയും PTA ഭാരവാഹികളെയും മാനേജർമാരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി ഗ്രൂപ്പുകൾ രൂപീകരിക്കും. ഇതിലൂടെ ബോധവൽക്കരണ പരിപാടികൾ നടത്തും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രചരണം നടത്തും. അധ്യാപകർക്ക് സ്കൂളുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവതരിപ്പിക്കാം. ഇത് പ്രത്യേക ടീം 24 മണിക്കൂറും മോണിറ്റർ ചെയ്യും. പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരമുണ്ടാകും. മയക്കുമരുന്നിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കും. വിദഗ്ധർ ക്ലാസുകൾ എടുക്കും. മയക്കുമരുന്നിന്റെ ഉപയോഗമോ വിൽപ്പനയോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഗ്രൂപ്പ് വഴിയോ ഫോൺ മുഖാന്തരമോ പോലീസിനെ അറിയിക്കാം. വിദ്യാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ച് പരിശീലനം നൽകും. വിദ്യാലയങ്ങളുടെ പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങൾ നിരീക്ഷണത്തിലായിരിക്കും. പരിസരങ്ങളിൽ സ്ഥിരമായി കാണുന്ന അപരിചിതരെക്കുറിച്ച് വിവരമറിയിക്കാം. പോസ്കോ കേസുകളിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളിലും അധ്യാപകരിലും ബോധ്യം സൃഷ്ടിക്കും. വിദ്യാർത്ഥികളിൽ ഗതാഗത ബോധവൽക്കരണം നടത്തും. സൈബർ മേഖലയിൽ കുട്ടികളെ സുരക്ഷിതമാക്കുവാനുള്ള നിർദ്ദേശങ്ങൾ എല്ലാവരിലും എത്തിക്കും. സൈബർ തട്ടിപ്പുകളെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ ബോധവൽക്കരണം നടത്തും. ഇത് ഇവരിലൂടെ രക്ഷകർത്താക്കളിലേക്ക് എത്തിക്കും. ഇതിലൂടെ ഒരു സമൂഹത്തെ തന്നെ രക്ഷപ്പെടുത്തുവാൻ കഴിയും. പോലീസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പദ്ധതിയെപ്പറ്റിയും വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നൽകും. ആധുനിക കാലത്ത് അധ്യാപകർ നേരിടുന്ന വെല്ലുവിളികളും ചർച്ച ചെയ്യും. റാഗിംഗ് സംബന്ധമായ കാര്യങ്ങളും ഉടൻ തന്നെ പോലീസിൽ അറിയിക്കാം. വരും ദിവസങ്ങളിൽ മറ്റ് സബ് ഡിവിഷനുകളിലും യോഗം നടക്കും. ആദ്യമായാണ് പോലീസ് സംവിധാനത്തിൽ ഇത്തരമൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ഇപ്പോൾ എല്ലാ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾസുള്ള എല്ലാ സ്കൂൾസുകളിലും പ്രത്യേകിച്ചും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് അവരുടെ എല്ലാ PTA മെമ്പേഴ്സ്, HMs, മേജർ ടീച്ചേഴ്സ്, സ്റ്റുഡൻറ് റെപ്രസെൻറ്റേറ്റീവ്സ്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതെല്ലാവരും ഉണ്ടാവും. അവരുടെ ഈ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളാണെങ്കിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ബുള്ളിയിങ്, റാഗിങ്, എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ സ്കൂൾ വണ്ടികളിൻ്റെ ഫിറ്റ്നസ്, ബാക്കി എല്ലാ കാര്യങ്ങൾ, CCTV ഇൻസ്റ്റാളേഷൻ, അവരുമായി ബന്ധപ്പെട്ട എല്ലാ സപ്പോർട്ട് തരാൻ വേണ്ടി പോലീസ് വകുപ്പിൻ്റെ ഭാഗമായിട്ട് ഇതൊരു അറ്റംപ്റ്റ് ആണ്. ആൻഡ് പ്രത്യേകിച്ചും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മാക്സിമം റിക്വസ്റ്റ് വരും, സർവീസ് റിക്വസ്റ്റ്. പോലീസ് ഒരു സർവീസ് ഡെലിവറി ഉള്ള ഒരു വകുപ്പാണ്. സോ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒന്നും വേണ്ട. എന്തെങ്കിലും ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ അപ്പം തന്നെ ആ പ്രശ്നങ്ങൾ ആദ്യം തന്നെ സ്കൂൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പോലീസ് അതോറിറ്റീസിനെ ഇൻഫോം ചെയ്യണം. അതാണോ നമ്മുടെ ഉദ്ദേശം. അങ്ങനെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ റെസ്പോൺസ് കൊടുക്കാൻ പറ്റും. നമ്മുടെ ഇഷ്ടംപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉണ്ടോ ജില്ലയിൽ. ആൻഡ് പോലീസ് സ്റ്റേഷൻസ് വളരെ ആക്റ്റീവാണ്, പോലീസിങ് വളരെ റെസ്പോൺസീവ് ആണ്. പക്ഷേ നമുക്ക് ഉടൻ തന്നെ ഫാസ്റ്റായിട്ട് ഇൻഫർമേഷൻ വേണം. ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാ സപ്പോർട്ട്, എല്ലാ റെസ്പോൺസ് തരാം. യോഗത്തിൽ പെരുമ്പാവൂർ ASP ശക്തി സിംഗ് ആര്യ, ഇൻസ്പെക്ടർ TM സൂഫി തുടങ്ങിയവർ സംബന്ധിച്ചു.